സോ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു. നടന്നതെല്ലാം ചരിത്രം, ഇനി നടക്കാനുള്ളത് വിചിത്രം. അങ്ങനെയാണ് ലാലേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാം വിചിത്രമാവട്ടെ. സോ അതില് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ വീട് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഒരു അറബിക് ടച്ച് ഒക്കെ ഉള്ള പോലത്തെ ഒരു അടിപൊളി നല്ല ഇത്ര നാള് വന്ന സീസണേക്കാട്ട് നല്ല രസമുണ്ട്. നമുക്കിപ്പോ ഓരോ സീസൺ കാണുമ്പോഴും വീട് അടിപൊളി അടിപൊളി തോന്നുന്നതായിരിക്കാം. ബട്ട് ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. കൺഫറൻസ് റൂം ഒക്കെ കുറെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചു. അതെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഇപ്രാവശ്യം പറഞ്ഞത് 4 റൂംസ് ആണുള്ളത്. മറ്റേത് എല്ലാവരും കൂടി ഒരു ബെഡ്റൂമിലായിരുന്നു കിടന്നിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം 4 റൂംസ്, അതിൽ 3 എണ്ണം ചെറുത്, ഒരെണ്ണം വലുത്. അതാണ് പവർ റൂം. പിന്നെ ഓരോ റൂമിന് ലാലേട്ടൻ പോയിട്ട് തന്നെ പേരിട്ടു, ഡെൻ, നെസ്റ്റ്, ടണൽ. കുഞ്ഞു കുഞ്ഞു 3 റൂംസിന്റെ പേരുകളാണിത്. പിന്നെ ഒരെണ്ണം പവർ റൂം. പവർ റൂം ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല. എനിക്ക് വേണം ഏതെങ്കിലും ടാസ്ക് കഴിഞ്ഞിട്ട് അതിൽ പറഞ്ഞേക്കുന്നത് ആ റൂമിലുള്ളവർക്കാണ് അവിടെ ആ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ആൾക്കാർ ഈ പവർ റൂമിലായിരിക്കും. അതെ. അപ്പൊ ഓരോ ഗെയിം കഴിയുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ മാറി വരും. ഓരോ ഡ്യൂട്ടീസ് ഉള്ള ആൾക്കാർ ഒരു റൂമിലായിരിക്കും. അപ്പൊ അവര് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഓപ്പൺ ആയിരുന്നു, ഈ പ്രാവശ്യം സീക്രട്ടീവ് അങ്ങനത്തെ ഒരു മൂഡ് കൊണ്ടുവരുന്നത്. ടീം ബേസ്ഡ് കളിക്കാനായിട്ട്. എന്നിട്ട് ഈ ടീമിൽ ചിലപ്പോ ഒരാള് അടുത്ത ഗെയിമിൽ നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിൽ അവര് അടുത്ത ആ റൂമിലേക്ക് മാറും. അപ്പൊ അങ്ങനെ ഇത്തിരി ന്യൂസ് സ്പ്രെഡ് ആവും. അപ്പൊ ഒരാള് കളിക്കുന്നതാണോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തന്നെ സത്യമാണോ പറയുന്നത് ഒരു കൺഫ്യൂഷൻ വന്നു തുടങ്ങും. കാരണം അവൻ ഒരു റൂമിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോ ഇത് ഉണ്ടാവും ആൾക്കാർക്ക്. പിന്നെ ആള് പറഞ്ഞല്ലോ ഒന്ന് മാറ്റി പിടിക്കാം, അതാണല്ലോ ഇപ്രാവശ്യത്തെ തീം. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ നമുക്ക് കണ്ടസ്റ്റൻസിനെ റിവീൽ ചെയ്തു. നമ്മൾ ഇതുവരെ ഒറ്റ വീഡിയോസും പ്രഡിക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഇത്ര പേരാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അതിന്റേതായ രീതിയിൽ പോകാൻ വേണ്ടിട്ട്. കുറെ സ്റ്റാർട്ടിങ് പറഞ്ഞു 60% ലീക്ക് എന്നിട്ട് കണ്ടസ്റ്റന്റ് ലിസ്റ്റ് കിട്ടി, പിന്നെ 80, പിന്നെ 100. ലാലേട്ടൻ പറയാത്ത വരെ ഞങ്ങൾക്ക് ഇത് എടുത്തില്ല. അതൊരു വെറുതെ ഒരു വീഡിയോ ഒക്കെ ഇടണം നമ്മൾ വിചാരിച്ചില്ല. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യാത്ത കാര്യം ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇനി കറക്റ്റ് ആയിട്ട് വന്ന ലിസ്റ്റുകൾ മാത്രം സഞ്ചരിക്കാം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പൊ നമുക്കിനി ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തേക്ക് പോവാം. നമ്മള് ലാലേട്ടൻ റിവീൽ ചെയ്ത ഓരോരുത്തരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആള് നമ്മുടെ കോമണേഴ്സിനാണ് റിവീൽ ചെയ്തത്. നമുക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കോമണേഴ്സിനെ കൊടുത്തു, അവർക്കൊരു സ്പെഷ്യൽ പവർ കൊടുത്തു. ഒരു സ്പെഷ്യൽ റൂമിലിരുത്തിയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് അതൊക്കെ വീക്ഷിക്കാനുള്ള കോമണേഴ്സിന്റെ ഒരു പവർ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര നാളുണ്ടായിരുന്നില്ല. ഈ സീസൺ 6 ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് നമ്മുടെ ലാലേട്ടന്റെ മോളായിരുന്നു. മൂത്ത മോളായിരുന്നു അൻസിബ. ദുബായിൽ ഇപ്പൊ RJ ആയിട്ട് വർക്ക് ചെയ്യാണെന്നാണ് അതിൽ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ആള് കോഴിക്കോടുകാരിയാണ്. ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ജോർജ് എന്നാണ് അവളുടെ പേര്. എനിക്ക് ആ സിനിമ കണ്ടപ്പോ അങ്ങൊരു മൂത്തുകുട്ടിന്റെ റോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ കൊച്ചിനെ ബിഗ് ബോസിൽ അവളുടെ റിയൽ ക്യാരക്ടർ ആണല്ലോ. മറ്റേതൊരു അഭിനയമാണ്. ഇതിലിനിയിപ്പോ അവളുടെ റിയൽ ക്യാരക്ടർ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതിൽ അവള് വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ഞാൻ ആരുടെ മുമ്പിലും കരയാറില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്, പക്ഷെ ആരുടെ മുമ്പിൽ ഞാൻ കരയാറില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അവളുടെ ആ ഒരു സ്ട്രാറ്റജി ആണോ, അവൾ എവിടെയാണ് പൊട്ടിപ്പോകുന്നത് നമുക്ക് നോക്കാം. അതാണ് ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. സെക്കൻഡ് ആയിട്ട് വന്നത് അങ്കമാലി എന്നുള്ളൊരു ജിമ്മൻ ചേട്ടനായിരുന്നു, ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ എന്നെ ബോഡി ഷോ കാണിച്ച് നടക്കുന്ന ആള് ബോഡി ബിൽഡർ ആണ് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലായി. ആള് ഈ സെലിബ്രിറ്റീസിനൊക്കെ ബോഡി ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. ആള് അത് നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങൊരു നല്ലൊരു പാവം ഫീൽ മിസ്റ്റർ കേരള ആയിരുന്നു. പിന്നെ ആളൊരു ഡിവോഴ്സി ആണ്. പിന്നെ യൂട്യൂബിൽ ഒരു 3.38K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൾക്ക്. അതൊക്കെയാണ് ആളുടെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ ആളും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം.
തേർഡ് കണ്ടസ്റ്റന്റ് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, യമുന റാണി. ആള് ഇതിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയണം ആള് അരുണാചൽ പ്രദേശുകാരിയാണ്. ശരിക്കുള്ള പേര് അരുണ എന്നായിരുന്നു. പിന്നെ ഒരു 100ഓളം സീരിയല്, ഒരു 60 മേലെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര ആള്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ആള് റിവീൽ ചെയ്യാനുള്ള ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുട്ടേന്റെ കല്യാണ സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ 14th ഫ്ലോർ കയറിയിട്ട് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ട്രൈ ചെയ്ത് അങ്ങനത്തെ എന്തോ സ്റ്റോറീസ് ആളുടെ നമുക്ക് അറിയാണ്ട്. ആൾക്ക് ഏജ് വുമൺ ഈ 2 കാറ്റഗറിയിൽ കുറെ ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ട് വന്നിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആള് പറഞ്ഞു ആള് ലൈഫിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആണെന്ന്. ഇത് സംസാരം വന്നപ്പോ എനിക്ക് എന്തോ സാധാരണ ആൾക്കാർ അങ്ങനെ പൊക്കി പറയാറില്ല. എനിക്ക് ആ ഡയലോഗിൽ എന്തോ നമുക്ക് നോക്കാം, സ്റ്റോറീസ് ഒക്കെ പുറത്തേക്ക് വരട്ടെ, അപ്പൊ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അതാണ് തേർഡ് കണ്ടസ്റ്റന്റ്. നെക്സ്റ്റ് നമുക്ക് ഫോർത്ത്, നമ്മുടെ സ്വന്തം മുടിയൻ. എനിക്ക് ആ വന്നപ്പോ സത്യം പറഞ്ഞ ഭയങ്കര ആശ്വാസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയനെ. എന്തായാലും കുറെ ഫാൻസ് ഉണ്ടായിരിക്കും. അവന് ഒബ്വിയസ്ലി ഡാൻസ് അവന്റെ ശരിക്കുള്ള ഒരു ഋഷി. അപ്പൊ മോഹൻലാലിനെ പറഞ്ഞു അമ്മ കണ്ടറിഞ്ഞിട്ട പേരാണ് ഋഷി. ഈ മുടിയൊക്കെ കണ്ടിട്ട് മോഹൻലാലിന് ഒരു അത്ഭുതമായിരുന്നു. അവനിപ്പോ എല്ലാവർക്കും അറിയാം, ആരിപ്പോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവൻ മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മൈക്കിൾ ജാക്സന്റെ വീഡിയോ സ്ലോയിലിട്ടിട്ട് അവൻ വന്ന വശത്ത് തന്നെ മറ്റേ കുതന്ത്ര സോങ് ആയിരുന്നു മഞ്ഞുമലിന്റെ എൻട്രി സോങ്. അപ്പൊ പിന്നെ ഞാൻ വീണു. മഞ്ഞുമൽ ഭയങ്കര ഫാനാണ്. സോ അപ്പൊ നമുക്ക് ഫോർത്ത് വന്നത് നമ്മുടെ സ്വന്തം മുടിയൻ. അപ്പൊ നമുക്ക് ഫിഫ്ത്ത് കണ്ടസ്റ്റന്റിലേക്ക് പോകും. ഫിഫ്ത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് യൂട്യൂബിലൊക്കെ ഒരുപാട് സജീവമായിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്ന ഒരാളാണ്, ജാസ്മിൻ ജാഫർ. ആളൊരു വ്ളോഗറാണ്, ഫാഷൻ ബ്യൂട്ടി അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്ളോഗറാണ്. ആൾക്ക് ഒരു 11.5 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ. നല്ലൊരു സുന്ദരിക്കുട്ടിയാണ്. അവള് നല്ലൊരു ഭംഗിയുള്ള കുട്ടി. ഇങ്ങനെ ഒരു വ്ളോഗ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് പേഴ്സണലി. പിന്നെ ആള് കുറെ യൂട്യൂബിൽ കുറെ ഇതേപോലെ ബ്യൂട്ടി കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഇവര് 2-3 വ്ളോഗേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ എനിക്ക് ഈ കണ്ടസ്റ്റന്റ് ഫസ്റ്റ് വന്നപ്പോൾ സംസാരമൊക്കെ വന്ന് ഇത് ഇപ്പൊ എനിക്ക് ചെറിയൊരു ഫീൽ അടിച്ച് നമ്മുടെ പഴയ സീസണത്തെ സെറീനേനെ ഓർമ്മ വന്ന്. അവളുടെ സംസാരമായിട്ടൊരു മാച്ചില്ലല്ലോ. അങ്ങനെയല്ല, ഭംഗിയുള്ള ഒരു ആൾക്കാരെ ഭംഗിയുള്ള ആൾക്കാരെ ബിഗ് ബോസ് ഇത്തിരി എന്താ പറയാ, ലിറ്ററലി സെറീന ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. സെറീനയുടെ ഒരു സ്റ്റൈൽ അല്ല ആള്. സെറീന ഞാൻ കമ്പയർ ചെയ്ത് ഭംഗിയുള്ള പിള്ളേരൊക്കെ ഭംഗിയുള്ള അതന്നെ ഓഡിയൻസ് ഒന്ന് പിരിച്ച് ഇരുത്താൻ വേണ്ടിട്ട്, ഓഡിയൻസിന് ഒരു ഇത് കൊടുക്കാൻ വേണ്ടിട്ട്, എന്താ വാക്കിട്ടില്ല, പ്രോഗ്രാമിന് ഒരു റൂംഫ് കിട്ടാൻ വേണ്ടിട്ട് ലാസ്റ്റ് വരെ ഇരുത്താറുണ്ട്. അപ്പോ പ്രതീക്ഷിക്കാം. കണ്ടസ്റ്റന്റ് നല്ലൊരു ഫൈറ്റ് അങ്ങനത്തെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ഓക്കെ. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഗ്ലാൻസിലല്ല, ഫസ്റ്റ് സൈറ്റിൽ എനിക്ക് തോന്നിയത് അങ്ങനെയാ. എനിക്ക് സംസാരം ഒരു ചൈൽഡിഷ് ആയിട്ട് തോന്നി. അത് അവളുടെ ഒരു സ്ലാങ് അങ്ങനെയാണ്. അവളുടെ നാട്ടിലത്തെ മേ ബി ആള് പാവായിരിക്കും, പഞ്ചപാവായിരിക്കും. എനിക്കറിയില്ല, യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് സൈറ്റിൽ തോന്നിയത് ഓക്കെ ആള് അപ്പൊ എന്റെ അഭിപ്രായത്തിലുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. നമുക്ക് ഇനി ഓക്കെ ഓബിയസ്ലി കണ്ടറിയാം കണ്ടസ്റ്റന്റ് നല്ല പോരാളിയാണെങ്കിൽ. നമ്മുടെ കണ്ടസ്റ്റൻസിലെ ഒരു സുന്ദരി കുട്ടിയാണ്. കുറെ ഫാൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആറാമത്തെ കണ്ടസ്റ്റന്റ് സിജോ ടോക്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആൾക്കൊരു 1.95 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സിജോ ടോക്സ് BEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് ആളുടെ പ്രൊഫഷൻ. പിന്നെ കുറെ ജോബ്സ് ഒക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറോണ ടൈമിലാണ് ആള് ടീച്ചിങ് പ്രൊഫഷൻ, യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. ആളെ കണ്ടിട്ട് നന്നായി ടോക്സ് ആണല്ലോ ആളുടെ മെയിൻ. അപ്പൊ നന്നായി സംസാരിക്കുന്ന ആളാണ്, നല്ല ആക്റ്റീവ് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് സെവൻത്ത് കണ്ടസ്റ്റന്റ് വന്നത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിലത്തെ ഒരു മലയാളി. ആളെ ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ആളുടെ ഡ്രസ് ഭയങ്കര ഇഷ്ടമായി. ആള് ശ്രീതു എന്നാണ് പറയുന്നത്. അമ്മയറിയാതെ എന്ന് പറഞ്ഞ സിനിമയില് അലീന പണിക്കർ സീരിയലിലത്തെ അലീന പണിക്കർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ സീരിയൽ കാണാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി,
അപ്പോൾ കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആള് തമിഴ് മലയാളി അങ്ങനെയാണ്. ബോൺ ആൻഡ് ബോട്ടപ്പ് ചെന്നൈ ആണ്, ബട്ട് മലയാളം അറിയാം. ഓക്കെ, നെക്സ്റ്റ് എയ്ത്ത് കണ്ടസ്റ്റൻസിലേക്ക് പോവാം. ആള് ഒരു കൽക്കട്ടയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരാളാണ്. ഒരു ക്യൂൻ ഓഫ് മേക്കപ്പ് എന്നാണ് മോഹൻലാൽ ആളെ അഭിസംബോധന ചെയ്തത്. ഈ സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആള്. എനിക്ക് തോന്നുന്നു അതില് പറഞ്ഞത് 14 വർഷം മുമ്പ് ഇതേപോലെ കേരളത്തിൽ വന്നൊരു വർക്ക് ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാർക്ക്, ഡയറക്ടറും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആളെ വിളിച്ച് പിന്നെ ആളിവിടെ തന്നെയായി. ഇപ്പൊ കേരളത്തിൽ തന്നെയാണ് ആള് ചെയ്യുന്നത്. കുറെ അവാർഡ്സ്. ആളുടെ പേര് ജാൻമണി ദാസ് എന്നാണ് ആളുടെ പേര്. ഞങ്ങൾക്ക് അറിയില്ല പേഴ്സണലി, പക്ഷെ അങ്ങനെ ആളും ഇതേപോലെ നമ്മള് എനിക്ക് തോന്നിയത് ആള് വന്നു കഴിഞ്ഞ് ബാക്കി വരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ ഫസ്റ്റ് ആയിട്ട് വിഷ് ചെയ്യാൻ പോകുന്നത് ആളായിരുന്നു. സോ എല്ലാവരുടെ സംസാരിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരാളാന്ന് തോന്നുന്നു കണ്ടിട്ട്, അവിടുത്തെ ആ ഒരു സമയത്തെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. നല്ല ബോൾഡാണ്. നെക്സ്റ്റ് 9ാമതായിട്ട് വന്നത് ഒരു ആങ്കർ ആണ്. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നിന്നാണ് ആള് വന്നത്. ഫസ്റ്റ് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വന്ന ഓവറാക്കലാണല്ലോ അങ്ങനെ. പക്ഷെ ആള് ഫസ്റ്റ് വന്നു കഴിഞ്ഞ് പിന്നെ റൂമിലൊക്കെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞപ്പോ വന്ന് കോമഡി സ്റ്റാർട്ടിങ് വന്നപ്പോ ഞങ്ങൾക്ക് ഇത്തിരി അങ്ങനെ ഓവറാക്കോ ഇനി തൃശ്ശൂരുകാരുടെ ആളുടെ ഒരു ലുക്കൊക്കെ ഇങ്ങനെ വൻ കാതികന്റെ പോലെ. പക്ഷെ അങ്ങനെ ചെറിയൊരു ബ്രീഫ് വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങൊരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആള് നല്ലൊരു ഫ്രണ്ട്ലി ജോളി മൂഡിലാണ്. ആളൊരു ആങ്കർ ആണ്. രതീഷ് കുമാർ എന്നാണ് പേര്. കണ്ണൻ എന്നാണ് എല്ലാരും വിളിക്കണത് വീട്ടിലെല്ലാരും. കണ്ണൻ വിളിക്കണ. ഭാര്യ 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. അപ്പൊ ആളുടെ ഭാര്യ പറഞ്ഞു വിട്ടേക്കുന്നത് 6ാം തമ്പുരാനായിട്ട് തിരിച്ചു വരാനാണ് ആളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, പ്രതീക്ഷയുണ്ട്. ആളുടെ എന്നിട്ട് ആള് ലാസ്റ്റ് ആളുടെ ഒരു ബ്രീഫ് പറഞ്ഞാൽ പറഞ്ഞു എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങോട്ട് ഇടപെടും. അതെ, അതാണ് ബിഗ് ബോസിന് ആവശ്യം. ബിഗ് ബോസ് ഇതിന് പ്രോഗ്രാമിന് ആവശ്യം. അതെ, ഇങ്ങനത്തെ എല്ലാത്തിലും തല്ലിട്ടെ എല്ലാം കൊളാക്കി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷയുണ്ടെന്ന്. തൃശ്ശൂർകാരനായതുകൊണ്ടല്ല, പക്ഷെ ഇങ്ങനത്തെ സംഭവം സംസാരവും ശൈലിയൊക്കെ ഒരു രസമുണ്ട്, കോമഡിയാണ്, എന്റർടൈനർ ആണ് ആള്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വന്നത് ആലപ്പുഴ ചേർത്തലയിൽ ശ്രീലേഖ. ആള് വെയിൽ എന്ന് പറഞ്ഞ മൂവിയില് അഭിനയിച്ചിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആള് സൈക്കോളജിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, അങ്ങനെ ആക്ട്രസ് ആണ്, അങ്ങനെ ഒരുപാട് ഇപ്പൊ കൊരട്ടിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്. ആൾക്ക് പിന്നെ ആളുടെ ഒരു കഴിവ് കാണിച്ചത് സൗണ്ട് മോഡുലേഷൻ ചെയ്തിട്ട് പല ആൾക്കാരുടെ ഇപ്പൊ ജാനകി പാട്ട് അങ്ങനത്തെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ചെയ്ത് പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് ആൾക്ക്. ആളെ കണ്ടിട്ടും എനിക്കൊരു ഭയങ്കര പാവൊക്കെ ആയിട്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നാട്ടിൻപുറത്ത് സംസാരം തുടങ്ങുമ്പോ അറിയുള്ളൂ നാട്ടിൻപുറത്ത്. പക്ഷെ ഫസ്റ്റ് ലുക്കില് ആള് നല്ലൊരു സെലക്ഷൻ ആണ് ബിഗ് ബോസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ക്യാരക്ടർസ് ആർട്ടിസ്റ്റിനാണ് ആൾക്ക് കിട്ടിയേക്കണ വെയില്. അതുപോലെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ സൈക്കോളജിസ്റ്റ് അല്ലേ, സൈക്കോളജിസ്റ്റ് ആൾക്കാരുടെ മൈൻഡൊക്കെ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കഴിവുണ്ട് ആൾക്ക്. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ കണ്ടസ്റ്റന്റ് 11th കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് 2 വ്യക്തിത്വമുള്ള ഒരാളാണെന്നാണ് ആളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ബിഗ് ബോസ് ദാനിയൻ റോക്കി അസീസി. അത് 2 ക്യാരക്ടറാണെന്നാണ് ആള് വന്ന വശം തന്നെ പറഞ്ഞത്. റോക്കി എന്ന് പറഞ്ഞാൽ ഒരു വില്ലനാണ്, പക്ഷെ അസി എന്ന് പറയുന്നത് നല്ല ഒരു പാവമായ മനുഷ്യനാണെന്നാണ് ആളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആള് റൈഡറാണ്, കിക്ക് ബോക്സിങ് ചെയ്യുന്ന ഒരാളാണ്, പിന്നെ നന്നായി കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസിന്റെ അടുക്കളയിൽ നല്ലൊരു ഷെഫ് ആവട്ടെ. പിന്നെ ആളൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബിഗ് ബോസിൽ പറഞ്ഞത്, ഇനി തൊട്ടുള്ള ബിഗ് ബോസ് റോക്കിക്ക് മുമ്പും റോക്കിക്ക് ശേഷവും എന്ന് അറിയപ്പെടുമെന്നാണ്. അതിത്തിരി ഓവറായില്ലേ എനിക്കെന്ന് തോന്നി. നമുക്ക് നോക്കാം, പറയാൻ പറ്റില്ല. ചിലരുടെ കോൺഫിഡൻസ് നമ്മൾ ഇപ്പൊ തന്നെ തകർക്കണ്ടല്ലോ. നമുക്ക് കമ്പയർ ചെയ്യാം. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇത് അടുത്ത എപ്പിസോഡുകൾ വരുമ്പോ അതിനനുസരിച്ചുള്ള കമ്പാരിസൺ. അതുകൊണ്ടാണ് ഓരോരുത്തർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഈ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇനി അവരുടെ പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കാലോ. അപ്പോൾ ട്രിവാൻഡ്രംകാരനാണ് ആള്. മറകളില്ലാത്തൊരു മനസ്സാണെന്നാണ് ആള് പറഞ്ഞത് ആളെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ആളുടെ വീട്ടില് ഒരു ചുമര് പോലും ഇല്ല.
ആളുടെ മനസ്സ് പോലെ തന്നെയാണ് ആളുടെ വീടെന്നാണ് ആൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ വീട്ടില് ആകെ ഒറ്റ റൂമുള്ളെന്ന് പറയുന്നത്. ഒരു റൂമുള്ളൂ. അറിയില്ല, ഓക്കെ നമുക്ക് നോക്കാം. അപ്പോ റോക്കിക്ക് മുമ്പും റോക്കിക്ക് ശേഷവും ആയിരിക്കുമോ ഇനി എന്ന് കണ്ടറിയാം. 12ാമത്തെ ആള് മലയാളികൾക്ക് ഒരുപാട് അറിയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ആണ്. അവള് കോമഡി റോൾസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന മറ്റേ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു വില്ലത്തിയായിട്ടൊക്കെ ആള് ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ സീൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയൽ കണ്ടിന്യൂസ് കണ്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട് ആളെ ഹസ്ബൻഡും ഇതേപോലെ ഈ ഫിലിം സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്. ആള് റൈറ്റർ അങ്ങനെ പൊസിഷനിലാണ് ആളുടെ ഹസ്ബൻഡ് ഉള്ളത്. ആളും ഇതേപോലെ നന്നായി വാചാലയാവുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. ടോപ്പ് 10 വരാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് 10 ഇപ്പൊ നമുക്ക് തോന്നുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. നോക്കാം, നമ്മുടെ പ്രഡിക്ഷൻ ലാസ്റ്റ് വരെ കറക്റ്റ് ആവുന്ന നമുക്ക് ഓരോ വീക്കും പ്രഡിക്ഷൻസ് മാറ്റി മാറ്റി പറയാലോ. ഓബിയസ്ലി ഗെയിമും നമുക്കിപ്പോ എനിക്ക് ഇതില് മോസ്റ്റ്ലി ആരും അറിയില്ല. മുടിയനെ എനിക്കറിയാം, ബാക്കി ആരും എനിക്ക് പരിചയമില്ല. മുടിയനെ അറിയുന്ന മറ്റേ സീരിയൽ കണ്ടിട്ട് കോമഡി ഷോ, ബാക്കി ആരും അറിയില്ല. ഓബിയസ്ലി പുതിയ പുതിയ ഗെയിംസും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പറയേണ്ടി വരും. 13ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് ഇഷ്ടമുള്ളത് കണ്ടാലും ഇഷ്ടമില്ലാത്തത് കണ്ടാലും ഒക്കെ വെട്ടി തുറന്ന് മുഖത്തടിച്ച് പറയുന്നതാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു ചുള്ളനാണ് കേട്ടോ ആള്. ഗബ്രിൻ ജോസ് എന്നാണ് ആളുടെ പേര്. അങ്കമാലിക്കാരനാണ്. ആള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ ആണ് ആളുടെ പ്രൊഫഷൻ. പക്ഷെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രണയമീനുകളുടെ കടൽ അങ്ങനെ എന്താണ് പറഞ്ഞത്, 2019 ഒരു മൂവിയാണ് ആള് അഭിനയിച്ചിട്ടുള്ളത്. ആള് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആളുടെ ഒരു വാദം. ഞാൻ ഉള്ളത് കാര്യം ഉള്ളത് പോലെ പറയും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. വന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ തോന്നിയത്. അപ്പൊ അതുപോലൊക്കെ തന്നെ എല്ലാവരും മുഖത്ത് നോക്കി പറഞ്ഞ് സംസാരിക്കട്ടെ. 14ാമത്തെ കണ്ടസ്റ്റന്റ് ഇതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ്. ആൾക്കൊരു 2.5K സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിലുള്ളത്. നോറ മസ്കാൻ. ആളൊരു കോഴിക്കോടുകാരിയാണ്. കോഴിക്കോടത്തെ ഫുഡ്, അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ആള് പറയുന്നത്. എല്ലാരുടെ അടുത്തും ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കും. ബിഗ് ബോസിൽ ഹോണസ്റ്റ് എങ്ങനെ ഹോണസ്റ്റ് ആയിരിക്കാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആളെങ്ങനെയായിരിക്കും, നമുക്ക് നോക്കാം. ഇനി 15ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് അർജുൻ ശ്യാം. ആളും നല്ലൊരു ചുള്ളനായിരുന്നു. മോഡലിംഗിന്റെ ഇങ്ങോട്ട് എനിക്ക് സ്റ്റാർട്ടിങ് കണ്ടപ്പോ ഒരു ഹിന്ദിക്കാരന്റെ ഫീലിംഗ് അടിച്ചത്. ഞങ്ങൾ വിചാരിച്ചു ഇനിയല്ല മുംബൈ മലയാളി. ഇപ്പൊ ചെന്നൈ വന്നു, മുംബൈ ആന്ന് പ്രതീക്ഷിച്ചു. ഗുജറാത്തിൽ ഒരാൾ അരുണാചൽ വന്നു, മുംബൈക്കാരനെ വിചാരിച്ചു. പിന്നെ പറഞ്ഞ കോട്ടയം വന്ന്. അങ്ങനെ കണ്ണാടി ഊരിയപ്പോൾ എനിക്ക് മലയാളി ലുക്ക് വന്നത്. കണ്ണാടി വെച്ചപ്പോ ഒരു ഹിന്ദിക്കാരൻ തന്നെ, ഒരു അമിതാഭ് ബച്ചൻ. പിന്നെ സ്റ്റാർട്ടിങ് പറയും ചെയ്തു സിനിമയിൽ കയറി ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഫീൽഡ്. അപ്പോഴാണ് നോക്കിയത് അങ്ങനെ കൊള്ളാലും. പിന്നെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഓക്കെ മോഡലിംഗ് ആണ് ആളുടെ പ്രൊഫഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആള് പറയും ചെയ്തു ആളൊരു 120 kg ഉണ്ടായിരുന്നു, എന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് വന്നതാണ്, ഇത്രയും വെയിറ്റ് കുറച്ചതാണ്. ആള് അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര കുറവേ കഴിക്കണുള്ളൂ. പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഇങ്ങനെ കുറവ്. എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മുടെ അഖിൽമാരന്റെ ഒരു അനിയന്റെ ലുക്ക് പോലെ നല്ല ഹൈറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അഖിൽ മലയാറ പോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ല, പുറത്തെ ഫുഡ് കഴിക്കില്ല, ഒക്കെ അഖിൽ മലയാറ പറയണത് അതേ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ആള് പറഞ്ഞത്. ഇനി വകയില് വല്ല അനിയനാണോ എന്ന് എനിക്ക് എന്തായാലും അർജുൻ ശ്യാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതെ. 16ാമത് വന്ന കാൻഡിഡേറ്റ് ആള് ശരിക്കും നമ്മളെ ഞെട്ടിച്ച ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ആ മൊട്ടത്തല കണ്ടപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ എവിടെയോ പക്ഷെ മൊട്ടത്തല അങ്ങോട്ട് മാച്ചാവില്ലേ, ഫേസ് എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് പറയണത് നമ്മുടെ ഭ്രമരം മൂവിയില് മോഹൻലാലിനെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ശരിക്കും സ്റ്റക്ക് ഷോട്ട് കാണിച്ചു. ആളാണെങ്കിൽ മുംബൈ മലയാളിയാണ്. മലയാളം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് സംസാരിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ കണ്ട വെച്ചത് ഏത് മാൻഡ്രാക്ക്, ഒരു മാൻഡ്രാക്ക് ഉണ്ടല്ലോ ഇപ്രാവശ്യം ബിഗ് ബോസിൽ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പോഴാണ് ആൾ ഈ കഥകൾ പറയുന്നത്. അവര് ഭ്രമരത്തിലുണ്ടായിരുന്നു, 2 മറാഠി ഫിലിം ചെയ്തിട്ടുണ്ട്, 2 ഇംഗ്ലീഷ് ഫിലിം ചെയ്തിട്ടുണ്ട്, 2 മലയാളം ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഒരു കേരളത്തിലെ ആളുടെ നാടെന്ന് പറയുന്നത് പാലക്കാടാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സുരേഷ് മേനോൻ
നമ്മുടെ സ്വന്തം മാൻട്രാക്ക്, ബിഗ് ബോസിലത്തെ മാൻട്രാക്കായ സുരേഷ് മേനോനാണത്. അപ്പൊ നമുക്ക് നോക്കാം. ആള് നല്ല സംസാരം, പിന്നെ ആള് ഇതേപോലെ തന്നെ കുറെ ഹിന്ദിയിലത്തെ ആക്ടേഴ്സിന്റെ സൗണ്ട് ഒക്കെ ഇതാക്കിയിട്ടുള്ള ഒരു മിമിക്രി പോലത്തെ സ്റ്റാൻഡപ്പ് കോമഡി പോലത്തെ പരിപാടീസ് ഒക്കെ ചെയ്തു. ആളൊരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു പാവമാണെന്ന് തോന്നി കണ്ടിട്ട്. ഒരു നമുക്ക് നോക്കാം. എനിക്ക് എന്തായാലും ഒരു 50 days എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ബിഗ് ബോസ് ഇങ്ങനത്തെ കണ്ടസ്റ്റന്റ് ആവശ്യമുണ്ട്. അതായത് ഞാൻ ഇപ്പം പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നാലും ബിഗ് ബോസിന്റെ യൂഷ്വൽ ഇതുള്ളത് ആൾക്കാരെ, അതായത് ഓഡിയൻസിന് ഇരുത്താനുള്ള കണ്ടന്റും ഇടുന്ന ആൾക്കാരെ കൂടുതൽ ദിവസം അവിടെ ഇടും. പിന്നെ ഓബിയസ്ലി അവരുടെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും ടോപ്പ് 10 ടോപ്പ് 5 കയറുന്നത്. ടാസ്കുകളൊക്കെ ചെയ്യണമല്ലോ, ടാസ്കുകളൊക്കെ നന്നായി ചെയ്യുന്ന ആൾക്കാര് അവിടെ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് എന്ന് പറയില്ല, 17ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് ഈ പറഞ്ഞ പോലെ സീരിയലിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗുജറാത്ത് മലയാളി ശരണ്യ ആനന്ദ്. ഈ ആളുടെ കുറെ സീരിയലിന്റെ കുറെ പോർഷൻസ്, അങ്ങനെ കുറെ ഷോർട്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേദിക എന്ന് പറഞ്ഞാലാണ് മലയാളികൾക്ക് ഇങ്ങനെ അറിയാന്നാണ് ആള് പറഞ്ഞത്. ആളൊരു വില്ലത്തി ആക്ട്രസ് ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ സംസാരിച്ചു വന്നപ്പോ അങ്ങനെ, അപ്പൊ ആള് പറഞ്ഞു ഞാൻ എല്ലാവർക്കും വില്ലത്തിയാണ്, പക്ഷെ ഞാൻ ശരിക്കും ഞാനാണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാന്നാണ് പറഞ്ഞത്. അത് ഹീറോയിൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആൾക്കും കുറെ സ്ട്രഗിളിന്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എല്ലാം ബിഗ് ബോസിൽ വന്നിട്ട് പറയാനാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതെല്ലാവരും ബിഗ് ബോസിൽ ഒന്ന് റിവീൽ ചെയ്യാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കണത്. അങ്ങനെ 17 കണ്ടസ്റ്റന്റും വന്നു. നെക്സ്റ്റ് 18, 19 ആയിട്ട് നമ്മുടെ കോമണേഴ്സിന് അവരെ സ്പെഷ്യൽ റൂമിൽ നിന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ എൻ്റർ ചെയ്യുന്നു വീട്ടിലേക്ക്. ഇപ്പോൾ ടോട്ടൽ 19 പേരാണ്, 19 കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലുണ്ട്. പിന്നെ അവർ വീട്ടിൽ പോകുന്നു, എല്ലാവരും പരിചയപ്പെടുന്നു, പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ 24/7 അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എന്താ പറയുക, എന്തൊക്കെയായിരിക്കും അവർ നമുക്കിനി കൂടുതൽ അറിയണമല്ലോ അവരെ കുറിച്ച്. നമ്മുടെ ഫാമിലി പോലെ തന്നെയല്ലേ നമുക്കിപ്പോൾ ഇനി. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും, എല്ലാ റിയൽ ന്യൂസുകളായിരിക്കും. പ്രഡിക്ഷൻ ഇല്ല, റൂമേഴ്സ് ഒന്നും നോക്കുന്നില്ല. ബിഗ് ബോസിൽ 24/7 ലൈവ് കാണിക്കുന്നുണ്ടോ, പിന്നെ ലാലേട്ടൻ വരുമ്പോൾ ഷോർട്ട് ഇതുണ്ടാവല്ലോ, പിന്നെ ഡെയിലി വരുന്ന എപ്പിസോഡ്സ് ഇതൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് 24/7 കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അത് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഓബിയസ്ലി ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പുതിയ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓഡിയൻസിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ലാണ്ട് തന്നെ നിങ്ങളും ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ അടുത്ത വീഡിയോസിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബിഗ് ബോസ് സീസൺ 6.